അപ്പോൾ നമ്മൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ ഞങ്ങളിവിടെ വയനാട് എത്തിയിട്ടുണ്ട്. നമ്മൾ വയനാട് ഇവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാണാസുര ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതായിരിക്കും. റിസോർട്ടിൽ നമ്മൾ ലോഗിൻ ടൈം 2 o'clock ആണ്. അപ്പോൾ നമ്മൾ ബാണാസുരയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബാണാസുര ഡാമിൽ ഇപ്പോൾ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റിസോർട്ട് എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ റിസോർട്ട് എത്തിയിരിക്കുന്നു. ഗൈസ്, ഇതാ നമ്മൾ അവസാനം ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ മുൻവശം എന്ന് പറയുന്നത്. നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. നല്ല പാർക്കിംഗ് ഏരിയയോട് കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നല്ല ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടൊക്കെ ഇവിടെയുണ്ട്. ക്രിക്കറ്റ് കളിക്കേണ്ട ടർഫൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയ ഉടൻ തന്നെ നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എത്തുമ്പോൾ 2:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടാണ് വന്നത്. അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ നമ്മുടെ വില്ലയാണ് ഇത്. നമുക്ക് വില്ലേൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഇത് 4 റൂമുള്ള വില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് റൂമാണുള്ളത്. ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 3 സോഫ സെറ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് കൂടിയിട്ടുള്ള 2 വിശാലമായ നല്ല ബെഡ്റൂമാണ് താഴെ ഉള്ളത്. അതുപോലെ തന്നെ ലിവിങ് റൂം ഏരിയാസും നല്ല വിശാലമായ അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. പിന്നെ 2 റൂമുള്ളത് മുകളിലാണ്. താഴെയുള്ള അതേ രീതിയിലുള്ള സെയിം ബെഡ്റൂം തന്നെയാണ് മുകളിലും ഉള്ളത്. ശേഷം നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും കൂടി സ്വിമ്മിങ് പൂളിലേക്കാണ് പോയത്. അവിടുന്ന് നല്ലോണം എൻജോയ്മെൻറ്റ് ചെയ്തു എല്ലാവരും കൂടി. ഒരു റിഫ്രഷ്മെന്റ് ആയി നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കും. റിസോർട്ടിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരിൽ നമുക്കൊന്ന് ഇത് വേറൊരു ഇല്ല. ഇത് ഓഫീസ്, ഫുഡ് മെസ്സോളും ഓഫീസും. പിന്നെ അവിടെയാണ് പൂള്. ഇതിവിടെ ഒരു ടർഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ പിള്ളേരാണ് കളിക്കുന്നത്. അവിടെ അപ്പോൾ ഇത് കാണാൻ ഒരു വിൻറ്റേജ് ടൈപ്പ് സാധനമാണ്. അതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്റ്റേ. നമ്മുടെ ഇല്ല അതാ ഇവിടെ നല്ലൊരു ഹട്ട് മോഡലായിട്ട് നല്ല മറ്റേ വേൽക്കൊന്ന് മറ്റേ സാധനത്തിനായിരുന്നു വൈക്കോലിൻ്റെ ഒരു കൂരയൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് നല്ല ഇതാ കുതിര ഉണ്ട് കേട്ടോ. കുതിര ഇപ്പോൾ കൂട്ടിക്കയറി ഇത്ര സമയം പുറത്തുണ്ട്. എന്താ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതാ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതാ ഊനാല്, കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആണ്. വൈക്കോൽ കൂരിയാണ് കേട്ടോ ഇത്. നൈസായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ സാജിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഇതുണ്ട് കേട്ടോ. ഇത് നമ്മൾ നെക്സ്റ്റ് വില്ലയിലേക്ക് നമ്മൾ പോക്കാണ് ഗൈസ്. ഇതാ ഇപ്പോൾ ടൈം 6:15 അപ്പോൾ നല്ല തണുപ്പില്ലല്ലേ? നല്ല ക്ലൈമറ്റ്. ഒന്നാമത് നമ്മൾ പൂളിന് കീണതായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി വില്ലാണ് കേട്ടോ. ഈ ഒരു വില്ലായിട്ടുള്ളത് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് വില്ലാണ് കേട്ടോ. ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്. വീട്ടിലെ വ്യൂയാണ്. നമുക്കിത് പോയിട്ട് കാണാം. നൈസാണ്. ഇങ്ങനെ ഇതായിട്ട് നൈസ് പറഞ്ഞാ നൈസ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മള് DJ നമ്മൾ പോകുന്നത്
അപ്പോൾ നല്ല ഇത് തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ടീം ഇങ്ങനെ വരട്ടെ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്തിട്ട് വരാം. ഡീജന്റെ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കലിൽ ഭായി DJ ഒക്കെ കഴിഞ്ഞ ശേഷം ഇവരൊക്കെ ഇവിടെ വന്ന് ക്യാരംസ് കളിച്ചു. ഞങ്ങളാണെങ്കിൽ ഇവിടെ ചാർക്കോൾ കത്തിക്കേണ്ട തിരക്കിലായിരുന്നു. ചിക്കൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ മാഗ്നേറ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് ഉണ്ടായത്. ചാർക്കോൾ ഇവർ തന്നു. പിന്നെ ചെറിയൊരു പൈസ ഇവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല അടിപൊളി അൽഫാമാക്കി എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ പെട്ടെന്ന് തിന്നു. അതിനുശേഷം അവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ അവർ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ ഗൈസ് നേരം വെളുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് നല്ല അരിയുണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കട്ടൻ ചായയും അരിയുണ്ടൊക്കെ കഴിച്ചു. കുട്ടികൾക്ക് ബ്രെഡും ജാമൊക്കെ ആക്കി കൊടുത്തു. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് എല്ലാവരും വീണ്ടും മുറ്റത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഇവരൊക്കെ ഇവിടുന്ന് ഷട്ടിലൊക്കെ കളിച്ചു. ഞങ്ങളിങ്ങനെ അതിലൂടെയൊക്കെ കുറേ നടന്ന് കളിച്ചു. പിന്നെ ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് ബാണാസുര മൗണ്ടൻ മഡ് റിസോർട്ടാണ്. അപ്പോൾ അവിടെ നാസ്തയുടെ ടൈം, അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം രാവിലെ 9 to 10:30 വരെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ ഈ അവരെ തൊട്ടടുത്തുള്ള മറ്റേ റിസോർട്ടിലെ അതിൻ്റെ പേര് ബാണാസുര മൗണ്ടൻ വ്യൂ റിസോർട്ടാണ്. അതിൻ്റെ തൊട്ട അടുത്താണ് ഈ ഫുഡ് കോർട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയാണ് എല്ലാവരും പോയിട്ട് ഫുഡ് കഴിക്കേണ്ടത്. അവിടെ നമ്മൾ പോകുമ്പോൾ മറ്റേ റിസോർട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ ആദ്യമേ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത് പൂരിയും വെള്ളപ്പവും, പിന്നെ കറി വെജിറ്റേറിയൻ ആയിരുന്നു, പിന്നെ പഴം പുഴുങ്ങിയതും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പൂരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളാപ്പാണ് കഴിച്ചത്. പിന്നെ നോൺ വെജ് ഫുഡ് വേണമെന്നുള്ളവർക്ക് അവർ തന്നെ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ് കഴിക്കാം. അതിന് നമ്മൾ പ്രത്യേകം പേ ചെയ്യേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു, ഇവിടുന്ന് പോവുകയാണ്. പിന്നെ ഇവിടെ അടിപൊളി റിസോർട്ടാണിത്. എല്ലാവരും കാണാൻ വരുന്നവരും റിസോർട്ട് എടുക്കുന്ന ആഗ്രഹമുള്ള എല്ലാവരും ഈ റിസോർട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്കിവിടെ നന്നായിട്ട് യൂസ് ചെയ്യും. നമ്മൾ കൊടുത്ത ആ പൈസക്ക് ഒരു നഷ്ടം നമുക്ക് തോന്നിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആണ് ഇവിടുത്തെ എല്ലാ സർവീസെല്ലാം ഓക്കെയാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ പൂളാണെങ്കിലും നല്ല അടിപൊളി പൂളാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു പൂളാണ് ഇവിടുത്തെ. ഫുഡിൻ്റെ പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഫുഡുകൾ, നല്ല മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല സൂപ്പറായിട്ടുള്ളൊരു നല്ലൊരു വില്ലയാണിത്. അപ്പോൾ ഇനി ലഗേജൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വെക്കണം. എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.